Prove that integral 0 to a f of x dx is equal to integral 0 to f of a minus x dx. Let's evaluate integral 0 to pi by 2 x divided by sin x plus cos x. T is equal to a minus x, dt is equal to minus dx. Okay. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതിലേക്ക് ഇന്റഗ്രലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യും. when x is equal to 0, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ എ മൈനസ് 0 എന്നാവും, എ എന്നാവും. എക്സിന് എ കൊടുത്തു കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ 0 കിട്ടും. therefore this integral 0 to a f of a minus x dx, റൈറ്റ് സൈഡിന്റെ വാല്യൂ, റൈറ്റ് സൈഡ് ഇന്റഗ്രൽ is equal to integral a to 0 f of t dt minus dt. dx is minus dt. Okay. It's equal to integral a to 0 f of t into dt. Negative outside കൊടുക്കുക. It's equal to integral 0 to a. A negative ഇന്റഗ്രലിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിമിറ്റ് ഇന്റർചേഞ്ച് ആവും. f of t dt that is equal to integral 0 to a f of x dx. വേരിയബിൾ ചേഞ്ച് ആയാൽ ഇന്റഗ്രലിന്റെ വാല്യൂവിന് മാറ്റില്ല. So that is the first part. Now the second part, integral 0 to pi by 2 x divided by sin x plus cos x. That I is equal to integral 0 to pi by 2 x dx divided by sin x plus cos x. Okay. Now using property, I is equal to integral 0 to pi by 2 x is replaced by pi by 2 minus x. So pi by 2 minus x divided by sin of pi by 2 minus x plus cos of pi by 2 minus x is equal to integral 0 to pi by 2 minus x divided by cos x plus sin x. ഈ രണ്ട് ഇന്റഗ്രൽ ആഡ് ചെയ്യാം. ഇന്റഗ്രൽ ആഡ് ചെയ്യുമ്പോൾ i പ്ലസ് ഐ is equal to integral 0 to pi by, രണ്ടിലെ ലിമിറ്റ് സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാവും. എക്സ് ക്യാൻസൽ ആവും. പൈ ബൈ 2 ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. സോ 2i is equal to പൈ ബൈ 2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to പൈ ബൈ 2 1 ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇവിടെ ഈ ഡിനോമിനേറ്റർ ഒന്ന് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് കൊണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പൈ ബൈ 2 ഇന്റഗ്രൽ 0 to പൈ ബൈ 2 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റിനകത്ത് 1 ബൈ റൂട്ട് 2 സൈൻ എക്സ് പ്ലസ് 1 ബൈ റൂട്ട് 2 കോസ് എക്സ് dx. വൺ ബൈ റൂട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി 1 ബൈ റൂട്ട് 2-ന് സൈൻ പൈ ബൈ 4 കോസ് പൈ ബൈ 4 ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, 2i is equal to പൈ ബൈ 2 integral 0 to പൈ ബൈ 2 dx divided by root 2 into sin പൈ ബൈ 4 sin x plus cos പൈ ബൈ 4 cos x എന്ന് പറയുന്നു. അത് കോസ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വരുന്നത് പൈ ബൈ 2 റൂട്ട് 2 ആവും. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഡി എക്സ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4. 1 ബൈ കോസ് എന്നത് സീക്ക് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4 എന്നാവും. സീക്ക് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4 പൈ ഉണ്ട്, പൈ ബൈ 2 റൂട്ട് 2 ആണ്. ഇറ്റ് ഈസ് പൈ ബൈ 2 റൂട്ട് 2 ലോഗരിതം സീക്ക് എക്സ് മൈനസ് പൈ ബൈ 4 പ്ലസ് ടാൻ ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4 ഫ്രം
0 to pi by 2. Okay. It's equal to pi by 2 root 2 pi by 2 root 2 log upper limit കൊടുത്താൽ pi by 2 sec pi by 2 minus pi by 4 അപ്പോൾ അത് sec pi by 4 ആവും plus tan pi by 4 upper limit minus lower limit കൊടുത്താൽ sec minus pi by 4 plus tan of minus pi by 4 is equal to pi by 2 root 2 log sec pi by 4 root 2 ആണ് root 2 plus 1 tan pi by 4 1 ആണ് log root 2 plus 1 minus log root 2 minus 1 sec negative pi by 4 sec pi by 4 തന്നെയാണ് but tan of negative pi by 4 minus 1 ആണ് ഇത് log a minus log b ആണ് log a by b എന്നാവും so pi by 2 root 2 log root 2 minus 1 by 2 minus 1 by root 2 plus 1. Next one, integral 0 to pi by 4 log 1 plus tan x. So let it be I. I എന്ന് കൊടുക്കുക. So you property ഉപയോഗിച്ച് I എഴുതുക integral 0 to pi by 4 log 1 plus tan of x is replaced by pi by 4 minus x. Tan pi by 4 minus x ന്റെ ഫോർമുല എഴുതി അവിടെ സിംപ്ലിഫൈ ചെയ്യാം. Okay. Tan pi by 4 minus x ന്റെ ഫോർമുല എഴുതി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ log 1 plus 1 minus tan x by 1 plus tan x. അത് cross multiply ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 1 plus tan x 1 into 1 plus tan x plus 1 minus tan x the whole divided by 1 plus tan x. അപ്പോൾ അത് tan x cancel ആവും log 2 by 1 plus tan x എന്ന് കിട്ടും integral 0 to pi by 4 log 2 divided by 1 plus tan x. log a by b ഫോം ആണ് log a minus log b എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം log a minus log b എന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ integral 0 to pi by 4 log 2 minus log 1 plus tan x രണ്ട് ഇന്റഗ്രലാക്കുക ഇന്റഗ്രലാക്കുമ്പോൾ integral 0 to pi by 4 log 2 dx minus integral 0 to pi by 4 log 1 plus tan x dx. Log integral 0 to pi by 4 log 1 plus tan x എന്ന് പറഞ്ഞാൽ I ആണ്. So log 2 into x 0 to pi by 4 x dx or sorry dx minus I എന്നാണ്. So 2I is equal to log 2 into x from 0 to pi by 4. So pi by 4 minus 0 log 2 into pi by 4 minus 0 pi by 4 log 2. That is 2I. I is equal to pi by 8 log 2. Okay. Next one. Prove that. അത് already നമ്മൾ prove ചെയ്തതാണ്. Integral 0 to a f x dx integral 0 to a f of a minus x dx നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോബ്ലത്തിന്റെ ഈ ഫസ്റ്റ് പാർട്ടാണ്. അത് അതുപോലെ തന്നെ ചെയ്യും. പ്രോപ്പർട്ടി ചിലപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവാലുവേറ്റ് ഇന്റഗ്രലിന് integral 0 to pi ആണ്
x sin x I is equal to integral pi ആക്കുക. Integral 0 to pi x sin x divided by 1 plus cos square x. Let it be I. Now using property, യുടെ വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്ത് I is equal to integral 0 to pi minus x sin of pi minus x divided by 1 plus cos square of pi minus x dx. Pi minus x sin pi minus x sin x തന്നെയാണ്. കോസ് ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ കോസ് പൈ മൈനസ് എക്സ് നെഗറ്റീവ് കോസ് എക്സ് ആണ്, ബട്ട് സ്ക്വയർ ആകുമ്പോൾ അത് കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ് തന്നെയാണ്. ഈ രണ്ട് ഐകൾ തമ്മിൽ ആഡ് ചെയ്താൽ 2i i പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രലില് സെയിം ലിമിറ്റ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് സൈൻ എക്സ്, ആ എക്സ് സൈൻ എക്സ് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പൈ സൈൻ എക്സ് എന്ന് കിട്ടും. Okay, 2y is equal to integral 0 to pi sin x divided by 1 plus cos square x. T is equal to denominator 1 plus cos square x ആണ്. അപ്പോൾ t എന്ന് പറയുന്നത് cos x ന് കൊടുക്കും. Okay, t is equal to cos x, dt is equal to minus sin x dx. When x is equal to 0, t is equal to cos 0 1 now. When x is equal to pi, t is equal to cos pi minus 1. So ഇത് integral 1 to minus 1 pi into minus dt divided by 1 plus t square. Okay, it's equal to pi into integral minus 1 to 1. ആ ലിമിറ്റ് ചേഞ്ച് ആവും. ആ നെഗറ്റീവ് സൈൻ്റെ എഫക്റ്റ് ലിമിറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇന്റർചേഞ്ച് ആവും. dt by 1 plus t square, അതിൻ്റെ ഇന്റഗ്രൽ tan inverse t ആണ്. ഫ്രം minus 1 to 1 is equal to pi into tan inverse 1 minus tan inverse of minus 1. Tan inverse 1 pi by 4 ആണ്. Tan inverse of minus 1 minus pi by 4 ആണ്. It's equal to pi into pi by 4 minus minus pi by 4. Pi by 2 എന്ന് കിട്ടും. Okay. Pi into pi by 2 pi square by 2. 2i is equal to 2iയുടെ വാല്യൂ ആണ് pi square by 2, so I is equal to pi square by 4. I is equal to pi square by 4. Okay. See the next one. Evaluate integral minus 1 to 1 x plus mod x plus 1 by x square plus 2 mod x plus 1 dx. Okay. അപ്പോൾ ഇതിനെ ഒന്ന് ഇന്റഗ്രൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. x divided by x square plus 2 mod x plus 1 എന്നും പിന്നെ ന്യൂമറേറ്റർ പിന്നെ ഉള്ളത് x plus 1 divided mod x plus 1 divided by x square plus 2 mod x plus 1 എന്നാണ്. അപ്പോൾ അതിന് രണ്ട് ഇന്റഗ്രൽ ആയതുകൊണ്ട് ആദ്യത്തെ ഇന്റഗ്രൽ I1 എന്നും രണ്ടാമത്തെ I2 എന്നും കൊടുക്കുന്നു. I1 where I1 is equal to integral minus 1 to 1 x divided by x square plus 2 mod x plus 1. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. That f of x is equal to x divided by x square plus 2 mod x plus 1. ഈവൻ ആണോ ഓഡ് ആണോ എന്ന് അറിയാൻ x is replaced by negative x. f of negative x ആണ്. അപ്പോൾ negative x divided by x negative x square plus 2 modulus of negative x plus 1 എന്നാണ്. Okay. It's equal to negative x divided by x square plus 2 mod x plus 1 എന്ന് തന്നെ കിട്ടും. Okay. That is negative of
f of x എന്ന് കിട്ടും. നെഗറ്റീവ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 mod x plus 1 എന്നാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആദ്യത്തെ ഇന്റഗ്രൽ I1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, I1 is equal to 0. That is integral -1 to 1 x divided by x square plus 2 mod x plus 1 dx is equal to 0. അടുത്ത നമുക്ക് I2 കാണുക എന്നുള്ളതാണ്. I2 is mod x plus 1 integral -1 to 1 mod x plus 1 divided by x square plus 2 mod x plus 1 എന്നാണ്. ഇതിന് ഈ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നു, ജി ഓഫ് നെഗറ്റീവ് എക്സ് എഴുതുന്നു. അപ്പോൾ മോഡുലസ് ഓഫ് നെഗറ്റീവ് എക്സ് പ്ലസ് 1 ബൈ നെഗറ്റീവ് എക്സ് സ്ക്വയർ പ്ലസ് 2 മോഡ്, ഡിനോമിനേറ്ററിന് മാറ്റം ഉണ്ടാവില്ല, നെഗറ്റീവ് എക്സ് കൊടുത്താൽ അത് തന്നെയാവും. അപ്പോൾ ഇത് മോഡ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 മോഡ് എക്സ് പ്ലസ് 1 എന്ന് തന്നെ കിട്ടും. ജി ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആയാൽ ഇന്റഗ്രൽ -a to a f of x ന് 2 into ഇന്റഗ്രൽ 0 to a എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ -1 to 1 ആവുമ്പോൾ നമുക്ക് ഇതിനെ 2 into ഇന്റഗ്രൽ 0 to 1 എന്ന് എഴുതാം. Therefore I2 is equal to 2 into integral 0 to 1 mod x plus 1 divided by x square plus 2 mod x plus 1. ഇനി 0 to 1ൽ പോസിറ്റീവ് ആയതുകൊണ്ട്, എക്സുകളെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് mod x x തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് mod x മാറ്റിയിട്ട് x എന്ന് തന്നെ കൊടുക്കാം. That's equal to 2 into integral 0 to 1 mod x x ആവും. x plus 1 divided by x square plus 2x plus 1. ഈ x square plus 2x plus 1 x plus 1 whole square എന്നാണ്. അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus 1 എക്സ്പാൻഷന്റെ വാല്യൂ കൊടുക്കുക. x plus 1 whole square എന്ന് കൊടുത്താൽ ഒരു x plus 1 ക്യാൻസൽ ആവും. 1 by x plus 1 എന്ന് കിട്ടും. 2 into integral 0 to 1 1 by x plus 1. log modulus of x plus 1 integral is equal to 2 log 2. I2 ന്റെ വാല്യൂ 2 log 2. upper limit minus lower limit apply ചെയ്താൽ 2 log 2. അപ്പോൾ I1 0 ആണ്, I2 2 log 2 ആണ്. Therefore integral value I1 plus I2 ആണ്. I is equal to I1 plus I2. I1 0 ആണ്, I2 2 log 2 ആണ്. That's equal to 2 log 2. Okay. Evaluate integral 0 to 2 x square plus 3 dx as limit of sum. See integral a to b f of x dx is equal to limit h tends to 0 h into f of a plus f of a plus h plus etc plus f of a plus n minus 1 into h. Okay, so integral 0 to 2 x square plus 3 dx is equal to limit h tends to 0 h into f of 0. What is f of 0? f of 0 is equal to 3. f of x is equal to x square plus 3. f of 0 is equal to 3. f of a, lower limit is 0, so f of a is f of 0. Okay, f of 0, a is replaced by 0. f of 0 നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. f of 0 plus h plus f of 0 plus 2h
plus etc. plus f of 0 plus n minus 1 into h. That's equal to limit h tends to 0, h into f of 0 is 3. Next f of h square plus 3, f of h square plus 3. So here it is h square plus 3. Then 2h the whole square plus 3 plus etc. plus n minus 1 into h the whole square plus 3. That's equal to limit h tends to 0, h into, see, first 3, then for the second term there is 3, third term there is 3, and last term there is 3. So from this h square to n minus 1 into h square there is 3. So here ഇത്രയും ടേംസ് എടുത്തത് h സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബ്രാക്കറ്റ് n മൈനസ് 1 ടേംസ് ആണ്. അതിലൊരു ഈ 3 കൂടി തരുമ്പോൾ n ടേംസ് ആവും. അപ്പോൾ 3n എന്നാവും. 3n n 3 ടൈംസ് ഉണ്ടാവും. 3 എന്ന് പറയുന്നത് n ടൈംസ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് h സ്ക്വയർ കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ h സ്ക്വയർ എടുത്താൽ ഇവിടെ 1 സ്ക്വയർ പ്ലസ് ഇവിടെ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 square plus etc. plus n minus 1 square. Okay, that's equal to limit h tends to 0, h into 3n plus h square into sum of squares of first n minus 1 natural numbers. That is n minus 1, n into n plus 1 into 2n plus 1 by 6 ആണ്. So n ന് പകരം n minus 1, n into n plus 1, then n, then 2n plus 1, that is 2 into n minus 1 plus 1, 2n plus 1 by 6. ഇവിടെ n എല്ലാം n minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n minus 1 into n into ഇത് 2n minus 2 plus 1, that is 2n minus 1 എന്നാവും. ഓക്കെ, 2n minus 1, that's equal to limit h tends to 0, h into 3n plus n minus 1 into n into 2n minus 1 by 6. Okay, h square into, it's equal to limit h tends to 0, h into the 3n plus ഈ h സ്ക്വയറിൽ ഒരു h ഈ ആദ്യത്തെ ബ്രാക്കറ്റിലേക്ക് കൊടുത്താൽ nh മൈനസ് h എന്നാവും. അടുത്തൊരു h n ന് കൊടുത്താൽ ഇത് nh എന്നാവും. പിന്നെ 2n minus 1 by 6. That's equal to ഈ h അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. h tends to 0, ഇത് 3nh എന്നാവും. പ്ലസ് ഈ h ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ nh മൈനസ് h into nh, then 2nh minus h by 6. Now taking the limit as now b minus a, n is equal to b minus a. So nh നമുക്ക് 2 b minus a, nh is equal to b minus a, that is 2 minus 0 equal to 2. So nh can be replaced by 2. That is limit h tends to 0, 3 into 2 plus 2 minus h into 2 into 2 minus h by 6. Okay, is equal to limit h tends to 0, 6 plus, now taking the limit as h tends to 0, അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വാല്യൂയിലേക്ക് എഴുതാം. is equal to
6 plus 2 into 2 into 4 by 6. Okay, അപ്പോൾ ഇത് 3 ആവും. (26/3) എന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Integral 0 to 2 pi. Let I is equal to integral 0 to 2 pi 1 by 1 plus e raised to sin x dx. Now using property also, I is equal to integral 0 to 2 pi 1 divided by 1 plus e raised to sin of 2 pi minus x dx. That's equal to integral 0 to 2 pi 1 divided by 1 plus e raised to minus sin x, okay, dx. That's equal to integral 0 to 2 pi 1 divided by 1 plus e raised to minus sin x is 1 by e raised to sin x dx, which is equal to integral 0 to 2 pi 1 divided by, now ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to sin x plus 1 by e raised to sin x dx. That's equal to integral 0 to 2 pi e raised to sin x divided by 1 plus e raised to sin x dx. Now adding these two I plus I is equal to, first integral is integral 0 to 2 pi 1 by 1 plus e raised to sin x dx plus integral 0 to 2 pi e raised to sin x divided, second integral property ഉപയോഗിച്ച് എഴുതിയ 1 plus e raised to sin x dx. That's equal to, that is 2i is equal to integral 0 to 2 pi, denominator is same 1 plus e raised to sin x, numerator is also 1 plus e raised to sin x dx. That is 2i is equal to integral 0 to 2 pi 1 into dx, that is x from 0 to 2 pi, that is equal to 2 pi minus 0, which is 2 pi. 2i is equal to 2 pi, therefore I is equal to pi. Okay. I is equal to 2 pi, I is equal to pi. Next one, integral 0 to pi x tan x by sec x plus tan x. Okay, let I is equal to integral 0 to pi x tan x divided by sec x plus tan x dx. Now using property I is equal to integral 0 to pi, x is replaced by pi minus x, tan of pi minus x divided by sec of pi minus x plus tan of pi minus x dx. That is integral 0 to pi minus x into tan of pi minus x is minus tan x by sec of pi minus x is minus sec x minus tan x dx. Okay, that's equal to integral 0 to pi minus x into minus tan x divided by negative of sec x plus tan x dx. Negative cancel out. Okay, now I plus I is equal to integral 0 to pi, denominator same sec x plus tan x, numerator is x tan x plus pi minus x tan x dx. That is 2i is equal to integral 0 to pi, here x tan x get cancelled, pi tan x now, pi tan x divided by sec x plus
tan x. ഓക്കെ, പൈ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 to പൈ tan x ഡിവൈഡഡ് ബൈ sec x പ്ലസ് tan x. ഒരു sec x മൈനസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Multiply in the numerator and denominator by sec x minus tan x. Okay. അപ്പോൾ ഇത് പൈ ഇൻ്റഗ്രൽ 0 to പൈ ഫസ്റ്റ് sec x tan x മൈനസ് tan square x ഡിവൈഡഡ് ബൈ c square x മൈനസ് tan square x 1 ആവും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 2i. That is 2i is equal to 2i is equal to pi into integral 0 to pi sec x tan x minus tan square x is c square x minus 1 എന്ന് കൊടുക്കുക, divided by 1, denominator 1 ആവും. That is pi integral 0 to pi sec x tan x, okay, minus c square x plus 1 dx. ഇതിനെല്ലാം ഇൻ്റഗ്രൽ നമുക്ക് എഴുതാം. ഇൻ്റഗ്രൽ sec x tan x ഇൻ്റഗ്രൽ is sec x minus c square x ഇൻ്റഗ്രൽ tan x 1 ഇൻ്റഗ്രൽ x from 0 to pi. That is pi into അപ്പർ ലിമിറ്റ് കൊടുത്താൽ sec pi മൈനസ് ടാൻ പൈ പ്ലസ് പൈ. ലോവർ ലിമിറ്റ് ആണെങ്കിൽ sec 0 മൈനസ് ടാൻ 0 പ്ലസ് 0. ഓക്കെ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു sec പൈ ഈസ് മൈനസ് 1, ടാൻ പൈ 0 പ്ലസ് പൈ മൈനസ് 601 മൈനസ് 0 പ്ലസ് 0. ഓക്കെ, that's equal to pi into, this is minus 1 plus y minus 1, that is pi into pi minus 2. Okay, so that is 2i is equal to pi into pi minus 2, or I is equal to pi into pi minus 2 divided by 2. Okay, integral 1 to 4 mod x minus 1 plus modulus of x minus 2 plus modulus of x minus 4 dx is equal to integral 1 to 4. ഈ mod x minus 1 0 ആവുന്ന 1-ലാണ്. സോ ഈ modulus of x minus 1 ആണ് modulus of x minus 1, x minus 1 കൊടുക്കുക. x minus 1 is equal to 0 when x is equal to 1. Okay, so x minus 1 is greater than or equal to 0 for all x greater than or equal to 1. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഈ 1-4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ x minus 1 എല്ലാം പോസിറ്റീവാണ്. സോ അതിൻ്റെ മോഡുലസ് അത് തന്നെയാണ് x minus 1. ഓക്കെ, ഓക്കെ, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻ്റർവെല്ല് 1-4 ആണ്. സോ അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് നോക്കാം. അപ്പോൾ അതായി പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഡി എക്സ് ആണ്. അടുത്ത ഇൻ്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഡി എക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ മാറി, ആദ്യത്തെ എക്സ് മൈനസ് 1 ഈ 1-4 എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുത്താൽ 1, 2, 3,
4. 1, 4ൽ ഈ x മൈനസ് 1 പോസിറ്റീവാണ്, അതുകൊണ്ടാണ് അത് അതിൻ്റെ മോഡുലസ് അത് തന്നെ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ x² മൈനസ് എക്സ് എന്നാവും, ഫ്രം 1 to 4 പ്ലസ് അടുത്തത് x മൈനസ് 2 ആണ്, മോഡുലസ് ഓഫ് x മൈനസ് 2. ഈ x മൈനസ് 2 സീറോ ആവുന്നത് x ഈസ് ഈക്വൽ ടു 2ലാണ്. അപ്പോൾ ഈ 1, 4 എന്ന് പറയുന്ന ഇൻ്റർവെലിനെ നമ്മളിവിടുത്തെ ഈ 1, 4 എന്ന് പറയുന്ന ഇൻ്റർവെലിനെ 2ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. 1 to 2 എന്നും 2 to 4 എന്നും ആക്കും. സീറോ ആവുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക, അവിടെ വെച്ചിട്ട് ഈ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 to 2 എന്നും മോഡുലസ് ഓഫ് x മൈനസ് 2 dx എന്നും, അടുത്തത് 2 to 4 മോഡുലസ് ഓഫ് x മൈനസ് 2 dx പ്ലസ് ഇൻ്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് x മൈനസ് 4 dx. ഓക്കെ, ഇത് 16/2 അപ്പർ ലിമിറ്റ് കൊടുത്താൽ 4² 2 മൈനസ് 4 മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുത്താൽ 1² 2 മൈനസ് 1 എന്നുമാവും, പ്ലസ് ഇവിടെ 1 to 2ൽ വാല്യൂ കൊടുത്താൽ ഇത് നെഗറ്റീവാണ്. ഈ x മൈനസ് 2ൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. സോ ഇറ്റ്സ് മോഡുലസ് ഈസ് ഇൻ്റഗ്രൽ 1 to 2 നെഗറ്റീവ് ഓഫ് x മൈനസ് 2 എന്നാവും, നെഗറ്റീവ് ഓഫ് x മൈനസ് 2 dx പ്ലസ് ഇൻ്റഗ്രൽ 2 to 4ൻ്റെ കേസിൽ x മൈനസ് 2 പോസിറ്റീവ് ആണ്. സോ ഇത് x മൈനസ് 2 dx എന്നാവും. അടുത്തത് 1 to 4ൽ ഈ പോയിന്റ് സീറോ ആവുന്ന, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ x മൈനസ് 4 സീറോ ആവുന്ന 4ലാണ്. അപ്പോൾ 1 to 4ൽ ഏത് വാല്യൂ ഇവിടെ കൊടുത്താലും ഈ എക്സ്പ്രഷൻ നെഗറ്റീവ് ആവും. സോ ഇറ്റ്സ് ഇൻ്റഗ്രൽ ഈസ് നെഗറ്റീവ് ഓഫ് x മൈനസ് 4 dx. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 8 മൈനസ് 4 എന്നാവും, മൈനസ് ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് എന്നാവും. ഓക്കെ, ഈ സൈൻ നെഗറ്റീവ് ആവും. ഇത് x² 2 മൈനസ് 2x ഫ്രം 1 to 2. അടുത്തത് പ്ലസ് x² 2 മൈനസ് 2x ഫ്രം 2 to 4. അടുത്ത മൈനസ് ആവും, x² 2 മൈനസ് 4x ഫ്രം 1 to 4. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തത് 4 പ്ലസ് ഹാഫ് 9/2 മൈനസ്, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/2 2 മൈനസ് 4 നെഗറ്റീവ് 2 എന്നാവും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 മൈനസ് 2 മൈനസ് 3/2. ഓക്കെ, പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 16/2 8 മൈനസ് 8 0 എന്നാവും. ലോവർ ലിമിറ്റ് 2 കൊടുത്താൽ 4 അവിടെ 0 കിട്ടും. ഓക്കെ, മൈനസ് ഇവിടെ 16/2 8 മൈനസ് 16 മൈനസ് 8, ലോവർ ലിമിറ്റ് കൊടുത്താൽ 1/2 മൈനസ് 4, 1/2 മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 3/2 എന്നാണ്. സോറി, 1/2 മൈനസ് 4 മൈനസ് 7/2 മൈനസ് 7/2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 23/2 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, 23/2. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to 3/2 പൈ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സൈൻ പൈ എക്സ്. അപ്പോൾ നമുക്ക് ഐ എന്ന് കൊടുക്കാം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3/2 മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ പൈ എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സൈൻ പൈ എക്സ്, എക്സ് ഇൻറ്റു സൈൻ പൈ എക്സ് 0 ആകുന്ന പോയിന്റ് നമുക്കറിയാം. എക്സ് ഇൻറ്റു
sin pi x 0 implies x 0 ആണ്. അതിപ്പോൾ നമുക്ക് ഇതിനിടയ്ക്കുള്ള വാല്യൂ അല്ല വരുന്നത്. എക്സ് 0 അല്ലെങ്കിൽ സൈൻ പൈ എക്സ് 0 ആണ്. സൈൻ പൈ എക്സ് 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 2 എന്ന് പറയുന്ന പോയിന്റ് 2π0 ആണ്. അപ്പോൾ 2ന് മുമ്പ് ഇവിടെ 0യ്ക്കും 3/2 ആണ്. ഇൻ്റർവെൽ 0 to 3/2 ആണ്. 0 1 3/2. 3/2 മീൻസ് 1.5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ 1 കൊടുത്താൽ, എക്സിന് 1 കൊടുത്താൽ സൈൻ പൈ എന്നാവും. ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുത്താൽ സൈൻ പൈ ആണ് 0. അപ്പോൾ ഇവിടെ 1-ലിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഇതിന്. ഇൻ്റഗ്രൽ 0 to 1 മോഡുലസ് ഓഫ് എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 3/2 മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ പൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഈ 0 to 1-ൽ എക്സ് സൈൻ പൈ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ 0 ആവും. 1-ന് മുമ്പ് ഇപ്പോൾ 1/2 ആണ് കൊടുക്കുന്നതെങ്കിൽ സൈൻ 90 ഇവിടെ വരും. എക്സിന് 1/2 കൊടുത്താൽ, 0യ്ക്കും 1-നും ഇടയ്ക്കുള്ള ഒരു 1/2 കൊടുത്താൽ, ഇവിടെ ഒരു 1/2 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1/2 കൊടുത്താൽ സൈൻ പൈ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ 0 to 1-ൽ എക്സ് സൈൻ പൈ എക്സ് പോസിറ്റീവ് ആണ്. സോ ഇറ്റ്സ് മോഡുലസ് ഈസ് എക്സ് സൈൻ പൈ എക്സ്. ഓക്കെ, ദെൻ 1 to 3/2 കൊടുത്താൽ ഇതിൽ ഫോർ എക്സാമ്പിൾ എക്സ് ഇപ്പോൾ സൈൻ പൈ എക്സ് ആണ്. ഇൻ ബിറ്റ്വീൻ 1 and 3/2 നമ്മളൊരു വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ the value of x sin pi x is it positive or negative എന്നാണ് അറിയേണ്ടത്. ഓക്കെ, if x is greater than 1, ഈ ഗ്രേറ്റർ ദാൻ 1-ലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ, ഈ പൈ എന്ന് പറയുന്നത് ഇപ്പോൾ സൈൻ പൈ വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഇവിടെയാണ്. ഏതാണ് സൈൻ പൈ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. നെഗറ്റീവ് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിട്ട് നമുക്കിത് ചൂസ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, when x is greater than 1, sin pi x is less than 0. ഓക്കെ, അപ്പോൾ ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയിലേക്ക് വരും. നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയാലും അതിൻ്റെ മോഡുലസ് കാണുമ്പോൾ നെഗറ്റീവ് എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഐ ഈസ് ഈക്വൽ ടു ആദ്യത്തത് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 to 3/2 എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു മൈനസ് കോസ് പൈ എക്സ് ബൈ പൈ ഫ്രം 0 to 1 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് കോസ് പൈ എക്സ് ബൈ പൈ ഡി എക്സ്. നൗ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു മൈനസ് കോസ് പൈ എക്സ് ബൈ പൈ ഫ്രം 1 to 3/2. ഇവിടെ നെഗറ്റീവ് കൊണ്ട് അകത്തേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് ആവും. ഇൻ്റഗ്രൽ 1 to
3 by 2, 1 into minus cos pi x by pi dx എന്ന് കിട്ടും. ഓക്കെ, is equal to minus 1 by pi into 1 into cos pi into 1, that is 1 into cos pi minus 1, minus when x is equal to 0, that is 0. Okay, plus 1 by pi into cos pi x integrally sin pi x by pi from 0 to 1, plus 1 by pi into upper limit 3 by 2 cos 3 pi by 2. Cos 3 pi by 2 is 0 minus 1 കൊടുത്താൽ cos pi ആവും, അത് minus 1 ആണ്. സോ മൈനസ് ഓഫ് minus 1 എന്ന് കിട്ടും. minus 1 by pi into sin pi x by pi from 1 to 3 by 2. Okay, so that is 1 by pi plus 1 by pi square into sin pi 0 sin 0 0, അപ്പോൾ ഇത് 0 minus 0 എന്നാവും. അടുത്തത് plus 1 by pi minus 1 by pi square into sin 3 pi by 2 minus sin pi. ഓക്കെ, sin 3 pi by 2 അത് minus 1 ആണ്, 0 minus 0, sin pi 0. അപ്പോൾ ഇത് 2 by pi, ഇത് 0, 1 by pi plus 1 by pi is 2 by pi minus plus 1 by pi square എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, integral 0 to pi by 4 dx by cos cube x into root of sin 2x. Let I is equal to integral 0 to pi by 4 dx divided by cos cube x into root of sin 2x. Okay, that's equal to integral 0 to pi by 4 dx divided by cos cube x into root of sin 2x is 2 sin x cos x. Okay, that's equal to integral 0 to pi by 4 root of 2 1 by root 2 cos cube x into 1 by cos cube x into root 2 root of sin x raised to 1 by 2 sin raised to 1 by 2x, that is root of sin x into cos raised to 1 by 2x dx. 1 by root 2 can be taken outside. Integral 0 to pi by 4. Okay, dx divided by cos raised to 3 cos raised to half, so 3 plus half 7 by 2 cos raised to 7 by 2x sin raised to half x or root of sin x. Okay, now dividing the numerator and denominator by cos raised to 4x, dividing numerator and denominator by cos raised to 4x, that's equal to 1 by root 2 integral the sec raised to 4x dx എന്നാവും. cos raised to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sec raised to 4 ആവും. ഇവിടെ cos raised to 7 by 2x എന്നാണ്, cos raised to 7 by 2
x sin raised to 1 by 2x by cos raised to 4x dx. That is 1 by root 2 integral 0 to pi by 4. 0 to pi by 4 sec raised to 4x dx divided by ഇത് 7 by 2 minus 4 എന്നാവും. 7 by 2 minus 4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഹാഫ് ആവും. cos raised to minus half d cos raised to minus half x into sin raised to half x dx എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു integral 1 by root 2 integral 0 to pi by 4 sec raised to 4 ന് c square x into c square x divided by ഇത് sin raised to half x ഉം cos raised to നെഗറ്റീവ് ഹാഫിനെ ഇവിടെ cos raised to half x ഡിനോമിനേറ്ററിൽ കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 by root 2 integral 0 to pi by 4 സി സ്ക്വയർ എക്സിന് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. ടാൻ സ്ക്വയർ എക്സ് ഇത് സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇത് ടാൻ റേസ് ടു ഹാഫ് എക്സ് എന്നാണ്, അത് റൂട്ട് ഓഫ് ടാൻ എക്സ് എന്ന് കൊടുക്കാം. ടാൻ റേസ് ടു ഹാഫ് എക്സ് സൈൻ റേസ് ടു ഹാഫ് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് ആണ്, റൂട്ട് ടാൻ എക്സ് എന്നാവും. ഇനി ടാൻ എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടാൻ എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ put t is equal to tan x dt is equal to c square x dx when t is equal to 0 when x is equal to 0 when x is equal to 0 t equal to 0 x is equal to pi by 4 t is equal to 1. So this integral I become 1 by root 2 integral 0 to 1 1 plus t square into dt divided by t raised to half എന്നാവും. ഓക്കെ, അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 1 by root 2 integral 0 to 1 by t raised to half plus t square by t raised to half dt എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് I is equal to 1 by t raised to half എന്ന് പറയുന്നത് t raised to നെഗറ്റീവ് ഹാഫ് ആണ്. I is equal to 1 by root 2 integral 0 to 1 t raised to minus half dt. ഓക്കെ, അടുത്തത് t raised to 2 by t raised to half എന്നാണ്. 2 minus half 3 by 2 എന്നാവും. പ്ലസ് integral 0 to 1 t raised to 3 by 2 dt എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 by root 2 ഇത് t raised to minus half plus 1 by minus half plus 1 from 0 to 1 plus ഇത് t raised to 3 by 2 plus 1 5 by 2 by 5 by 2 from 0 to 1. Okay, that is 1 by root 2 the t raised to half എന്നാണ് by 1 by 2 plus t raised to 5 by 2 by 5 by 2 ഇവിടെയും 0 to 1 ഇവിടെയും 0 to 1 that is 1 by root 2. ഇവിടെ 2 into 1 minus 0 plus 2 by 5 into 1 minus 0 എന്നാവും. 2 plus 2 by 5 12 by 5 എന്നാവും. Okay, that's equal to 1 by root 2 into 12 by 5, that is 12 by 5 root 2. Okay,
Next one. Evaluate integral 0 to pi x tan x divided by sec x into cosec x. Okay. So let I is equal to integral 0 to pi x tan x divided by sec x into cosec x. Okay. Now using property, also I is equal to integral 0 to pi minus x tan of pi minus x divided by sec of pi minus x into cosec pi minus x dx. Okay, that's equal to integral 0 to pi minus x into tan of pi minus x is minus tan x divided by sec of pi minus x is minus sec x into cosec pi minus x is cosec x dx. So negative cancel out. Now I plus I is equal to integral I plus I is equal to integral 0 to pi, denominator same, sec x into cosec x, numerator is x tan x plus pi minus x into tan x dx. Okay, that is 2i is equal to integral 0 to pi x tan x get cancelled, pi tan x divided by sec x into cosec x dx. Okay, can take pi outside, integral 0 to pi tan x can be replaced by sin x by cos x. Okay, sin x by cos x divided by sec x is 1 by cos x into 1 by sin x. So cos x get cancelled dx. That's equal to pi into integral 0 to pi sin x into sin x by 1. In the reciprocal sin square x now. Sin square x dx now. That is pi into sin square x is 1 minus cos 2x by 2 from 0 to pi dx. That is pi by 2 x minus sin 2x by 2 from 0 to pi by 2 into this is upper limit substitute pi minus sin 2 pi by 2 minus 0. Okay, that's equal to pi square by 2. No, sin 2 pi is 0, so that is pi square by 2. Therefore I is equal to pi square by 4. Okay, next one, integral 0 to pi x divided by a square cos square x plus b square sin square x. So let I is equal to integral 0 to pi x dx divided by a square cos square x plus b square sin square x. Now using property also I is equal to integral 0 to pi x is replaced by pi minus x divided by a square cos square of pi minus x plus b square sin square of pi minus x dx. That's equal to integral 0 to pi minus x divided by a square cos pi minus x is negative cos x ആണ്, സ്ക്വയർ ആകുമ്പോൾ അത് cos square x ആവും. അടുത്തത് b square sin square x dx. Now adding
I plus I is equal to integral 0 to pi, denominator same, a square cos square x plus b square sin square x. Numerator is x plus pi minus x dx. So x get cancelled. 2i is equal to pi can be taken outside, integral 0 to pi 1 divided by a square cos square x plus b square sin square x dx. Okay. Now dividing through numerator and denominator by cos square x, we have pi integral 0 to pi 1 by cos square x divided by here a square cos square x by cos square x plus b square sin square x by cos square x dx. That's equal to pi into integral 0 to pi sec square x dx divided by a square plus b square tan square x. Okay. Now b square tan square x, that is pi integral 0 to pi c square x dx divided by a square plus b tan x the whole square. Okay. Put t is equal to b tan x. dt is equal to b c square x dx. When x is equal to 0, t is equal to 0. When x is equal to pi, okay, എക്സിന് പൈ എന്ന് കൊടുത്താൽ ഇവിടെ ടാൻ പൈ എന്നാവും, അത് 0 ആവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, ഡി എക്സ് ആണ്. അതായത് ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ 2 into integral 0 to f of x dx കൊടുക്കാം. ഇവിടെ പൈ മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്താൽ ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുത്താൽ ഈ ഫംഗ്ഷൻ തന്നെ കിട്ടും. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി ടാൻ എക്സ് ദ ഹോൾ, ബി സ്ക്വയർ ടാൻ സ്ക്വയർ എക്സ് എന്ന് കൊടുത്താൽ എഫ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാവും. അപ്പോൾ ഇൻ്റഗ്രലിന് ദെയർഫോർ 2i എന്ന് പറയുന്നതിന് പൈ ഇൻറ്റു ഈ ഇൻ്റഗ്രലിന് 2 into integral 0 to pi by 2 എന്ന് എഴുതാം. ഓക്കെ. സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ. അപ്പോൾ ഈ 2 ക്യാൻസൽ ആവും. എഫ് ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയാൽ ഇൻ്റഗ്രൽ 0 to 2a 2 into integral 0 to a എന്ന് കൊടുക്കും. അപ്പോൾ ഇത് 2 into pi by 2 എന്ന് എഴുതിയാൽ അപ്പോൾ ഇത് 2 into integral 0 to pi by 2 എന്ന് മാറ്റാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താ? ടി ഈസ് ഈക്വൽ ടു ബി ടാൻ എക്സ്. ഓക്കെ. ഡി ടിയുടെ വാല്യൂ ബി സി സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാവും. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 0 ആവും. എക്സിന് പൈ ബൈ 2 എന്ന് കൊടുത്താൽ ടി എന്ന് പറഞ്ഞാൽ ടാൻ പൈ ബൈ 2 ആവും. ബി ഇൻറ്റു ടാൻ പൈ ബൈ 2 അത് ഇൻഫിനിറ്റി എന്നാവും. അപ്പോൾ 2i എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. സോറി, ഐ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇത് സി സ്ക്വയർ എക്സ് ഡി എക്സിന് ഡി ടി ബൈ ബി എന്നാവും. ഓക്കെ. therefore I is equal to pi into integral 0 to infinity ആവും. ഇത് ഡി ടി ബൈ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ പൈ ബൈ ബി വരും. ഇത് ടാൻ ഇൻവേഴ്സ് 1 by a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്നാണ്. സോ 1 by a ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ബൈ എ ഇൻ്റഗ്രൽ 0 to infinity. That is pi by ab എന്ന് കിട്ടും. ഓക്കെ. പൈ ബൈ എ ബി ഇത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്നാണ്. ദറ്റ് ഈസ് പൈ ബൈ എ ബി ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പൈ ബൈ 2 ആണ്. ഓക്കെ. സോ ഐ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ
2ab. ഓക്കെ, റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവും if എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആയാൽ. ഇവിടെ ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതിന് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം if എഫ് ഓഫ് പൈ മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആയാൽ. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 എക്സ് സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x എന്നാണ്. ഓക്കെ, സോ ലെറ്റ് i is equal to integral 0 to pi by 2 x sin x cos x divided by sin raised to 4x plus cos raised to 4x dx. Now using property also I is equal to integral 0 to pi by 2 x is replaced by pi by 2 minus x sin of pi by 2 minus x cos of pi by 2 minus x divided by sin raised to 4 of pi by 2 minus x plus cos raised to 4 of pi by 2 minus x dx. That is integral 0 to pi by 2 minus x into sin pi by 2 minus x cos x ആവും. അടുത്തത് sin x ആണ് divided by cos raised to 4x plus sin raised to 4x dx എന്നാവും. ഇനി ഇത് ആഡ് ചെയ്താൽ 2y is equal to integral 0 to pi by 2 ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എക്സ് സൈൻ എക്സ് കോസ് എക്സ് ക്യാൻസൽ ആയിട്ട് പൈ ബൈ 2 സൈൻ എക്സ് കോസ് എക്സ് എന്നാവും. ആദ്യത്തത് ഇങ്ങനെയാണ് ന്യൂമറേറ്റർ. ആദ്യത്തത് എക്സ് സൈൻ എക്സ് കോസ് എക്സും പ്ലസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ sin raised to 4x plus cos raised to 4x dx. That is equal to integral 0 to pi by 2. ഇവിടെ x sin x cos x ക്യാൻസൽ ആയാൽ pi by 2 sin x cos x divided by sin raised to 4x plus cos raised to 4x dx. pi by 2 ഔട്ട്സൈഡ് എടുക്കാം. integral 0 to pi by 2 sin x cos x divided by sin raised to 4x plus cos raised to 4x dx എന്നാവും. ഓക്കെ, ഇതാണ് 2iയുടെ വാല്യൂ. അപ്പോൾ നമുക്കിതിനെ ഒരു രണ്ട് ഇൻ്റഗ്രലായിട്ട് നമുക്ക് പൈ ബൈ 4 0 to pi by 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 sin x cos x divided by sin raised to 4x plus cos raised to 4x dx. Okay, now dividing the numerator and denominator by cos square x. Pi by 2 integral 0 to pi by 2 sin x cos x by cos square x cos raised to 4x, not cos square x, cos raised to 4x by sin raised to 4x by cos raised to 4x plus cos raised to 4x by cos raised to 4x. Okay, that is pi by 2 integral 0 to pi by 2. ഇവിടെ ഒരു കോസ് ക്യൂബ് ആവും താഴെ, സൈൻ ബൈ കോസ് ടാൻ ആവും, പിന്നെ ഒരു കോസ് സ്ക്വയർ ആണ്, അത് സി സ്ക്വയർ ഡി എക്സ്, ഡിനോമിനേറ്ററിലാണ് കോസ് സ്ക്വയർ വരുന്നത്, ബൈ ഇത് ടാൻ റൈസ് ടു 4x പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പൈ ബൈ 2 ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ടാൻ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാവും. put t is equal to tan square x dt equal to 2 tan x into c square x dx എന്നാവും. when x is equal to 0 t equal to 0 യും x is equal to pi by 2
ടിയുടെ വാല്യൂ tan 90 ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പോൾ 2yയുടെ വാല്യൂ π/2 ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി dt/2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്നാവും. അപ്പോൾ ഈ /2 ഇവിടെ π/4 ആവും. π/4 ഇത് tan ഇൻവേഴ്സ് ഓഫ് ടി ഫ്രം 0 to ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു π/4 ഇൻറ്റു tan inverse infinity minus tan inverse 0. π/4 into π/2 minus 0, π/8 എന്ന് കിട്ടും, 2i. Therefore I is equal to pi square by 8, pi square by 16 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ integral 0 to π/4 sin x plus cos x divided by 16 plus 9 sin 2x എന്നാണ്. ഓക്കെ, ഇവിടെ put t is equal to sin x minus cos x. അപ്പോൾ dt-യുടെ വാല്യൂ sin x plus cos x into dx എന്നാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ അതുണ്ട് sin x plus cos x, അപ്പോൾ അതിന് dt എന്ന് കൊടുക്കാം. ഇനി ഡിനോമിനേറ്ററിന് ഈ sin x minus cos x ഒന്ന് എഴുതിയാൽ മതി. ടി സ്ക്വയർ എന്ന് കിട്ടും. ടി സ്ക്വയറിൻ്റെ വാല്യൂ sin square x plus cos square x minus 2 sin x cos x എന്നാണ്. ദാറ്റ് ഈസ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് sin 2x എന്ന് കിട്ടും. അപ്പോൾ sin 2xന് പകരം 1 മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി എൻ്റെ ലിമിറ്റ് ചേഞ്ച് ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ ടി എന്ന് പറയുന്നത് sin 0 മൈനസ് കോസ് 0 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, എക്സിന് π/4 കൊടുത്താൽ sin π/4 മൈനസ് കോസ് π/4 ടി 0 എന്ന് കിട്ടും. അപ്പോൾ therefore integral 0 to π/4 sin x plus cos x dx divided by 16 plus 9 sin 2x is equal to integral minus 1 to 0 dt divided by 16 plus 9 into 1 minus t square എന്ന് കിട്ടും. ഓക്കെ, that's equal to integral minus 1 to 0 dt divided by 16 plus 9 minus 9 t square എന്നാവും. That is minus 1 to 0 dt divided by 25 minus 9t square എന്ന് കിട്ടും. ഓക്കെ, that is a square minus x square ഫോം ആണ്. That is minus 1 to 0 is equal to integral minus 1 to 0 dt divided by 5 square minus 3t the whole square, a square minus x square. That is 1 by 2a log a plus x 5 plus 3t by 5 minus 3t from minus 1 to 0 into derivative of this 3t 1 by 3. ഓക്കെ, 1 by 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 by 30 ഔട്ട്സൈഡ് വരും. 1 by 30 കൊടുത്താൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ലോഗ് 5 by 5 ലോഗ് 1 എന്നാവും മൈനസ് ലോവർ ലിമിറ്റ് നെഗറ്റീവ് 1 കൊടുത്താൽ 5 മൈനസ് 3 2 ഡിവൈഡ് ബൈ 5 പ്ലസ് 3 8 എന്ന് കിട്ടും. ഓക്കെ, that's equal to log 1 0 ആണ്. സോ minus 1 by 30 logarithm 1 by 4. ഓക്കെ, അപ്പോൾ ഈ 4 നമുക്ക് 2 സ്ക്വയർ കൊടുത്ത് അങ്ങനെ കൂടി എഴുതാം. അപ്പോൾ മൈനസ് 1 by 30 ഇതൊരു ആൻസർ ആണ്. ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ ലോഗ് ഈ 4 2 സ്ക്വയർ ആണ്. അപ്പോൾ 2 raised to minus 2 ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ അപ്പോൾ ഇത് മൈനസ് 1 by 30 ഇൻറ്റു മൈനസ് 2 log 2. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് 15 ആവും. ദാറ്റ് ഈസ് 1 by 15 log 2 എന്നുകൂടി എഴുതാം. ഓക്കെ, that I is equal to integral minus pi by 4 to pi by 4 x plus pi by 4 divided by 2 minus cos 2x dx. Okay, so that is the
given integral. Now split this integral as integral minus pi by 4 to pi by 4 x divided by 2 minus cos 2x dx plus integral minus pi by 4 to pi by 4 pi by 4 divided by 2 minus cos 2x dx. Okay, so that's equal to integral minus pi by 4 to pi by 4 x divided by 2 minus cos 2x dx plus pi by 4 can be taken outside minus pi by 4 to pi by 4 dx divided by 2 minus cos 2x. Okay, now see the first integral. First integral. Consider this function as f of x എന്ന് choose ചെയ്താൽ let f of x is equal to x divided by 2 minus cos 2x. f of pi minus x is equal to x is replaced by pi minus x divided by f of not pi minus x, നമുക്ക് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് അറിയാൻ f of negative x എടുത്താൽ മതി. f of negative x 2 minus cos 2x. What is f of negative x? Negative x divided by 2 minus cos of negative 2x now. Okay, that is negative x divided by 2 minus cos of negative x is cos x, cos 2x, that is equal to negative of f of x. That is this f of first is an odd function, so value of the first one is 0 plus pi by 4 integral minus pi by 4 to pi by 4 dx divided by 2 minus cos 2x. Okay, now see the second function, second integral. Let g of x is equal to 1 by 2 minus cos 2x. g of negative x is equal to 1 by 2 minus cos of negative 2x, that is 1 minus 2 by cos 2x, that is equal to g of x. അപ്പോൾ g of negative x g of x ആവുമ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അതിനെ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ I is equal to therefore I is equal to pi by 4 into 2 into integral 0 to pi by 4 dx divided by 2 minus cos 2x. Okay, that is pi by 2 is equal to pi by 2 integral 0 to pi by 4 dx divided by 2 minus cos 2x is 1 minus cos 2x is 1 minus 2 sin square x. It's equal to pi by 2 integral 0 to pi by 4 dx divided by 2 minus 1 plus 2 sin square x. Okay, now dividing the numerator and denominator by cos square x. Pi by 2 integral 0 to pi by 4, numerator is 1 by cos square x dx divided by 1 by cos square x plus 2 sin square x by cos square x. ഇവിടെ ന്യൂമറേറ്റർ 1 ആണ്. അപ്പോൾ ഇത് പൈ ബൈ 2 ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എക്സ് പ്ലസ് 2 ടാൻ സ്ക്വയർ എക്സ് എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എക്സിന് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 ടാൻ സ്ക്വയർ എക്സ് എന്നാവും. ഇനി ടാൻ എക്സിന് ടി എന്ന് കൊടുക്കുക,
dt യുടെ വാല്യൂ c square x dx. Now x is equal to 0, t 0, x pi by 4, t യുടെ വാല്യൂ tan pi by 4 1 എന്നാവും. Therefore I is equal to integral 0 to 1 dt divided by 1 plus t square plus 2t square എന്ന് കിട്ടും. That is integral 0 to 1 dt divided by 3t square plus 1 plus 3t square എന്നാവും. Integral 0 to 1 dt divided by 1 plus root 3t the whole square. Okay. ഇത് is equal to 1 by a tan inverse of root 3t by a from 0 to 1 into ഈ root 3t യുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 by root 3 കൂടി വരും. അപ്പോൾ 1 by root 3 tan inverse root 3 into 1 minus tan inverse 0. That is 1 by root 3 into tan inverse of root 3. Okay. Tan inverse root 3 എന്ന് പറയുന്നത് pi by 6 ആണ്. ഓക്കെ. tan inverse root 3 pi tan 60 ആണ്, pi by 3 വരും. tan inverse of root 3. നമ്മൾ ഈ ഒരു pi by 2 ഇന്റഗ്രൽ ഉണ്ട്. pi by 2. ഓക്കെ. pi by 2 pi by 2 pi by 2 pi divided by 2 into pi by 3. That is pi square by 6 root 3 എന്ന് കിട്ടും. root 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ root 3 pi square by 18. ഓക്കെ.